അന്ന് ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. നമുക്കെല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്ത് ചിരിക്കാൻ പറ്റിയ ഒരു കഥ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുഹാദത്ത്. എൻ്റെ വീട് മലപ്പുറത്താണ്. എൻ്റെ കൂട്ടുകാരൻ ബഷീറിന് പറ്റിയ ഒരു അബദ്ധമാണ് എനിക്കെന്ന് ഓർമ്മയിൽ നിൽക്കുന്നത്. ഞാനും ബഷീറും 8ാം ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു. പിന്നെ 9ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അവൻ്റെ ഡിവിഷൻ മാറിയിരുന്നു. നമ്മുടെ ബഷീറിന് അബദ്ധം പറ്റുന്നത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ബയോളജി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഷീറിന്റെ ഡിവിഷനിൽ PT ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവര് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോളജി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഷീറിന്റെ ക്ലാസ്സിൽ നിന്നും ബഷീർ പന്ത് തട്ടി കളിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന്റെ മുകളിൽ സീലിംഗ് ഉണ്ട്, ബഷീറിന്റെ ക്ലാസ്സിന്റെ മുകളിൽ സീലിംഗ് ഇല്ല. അങ്ങനെ ബഷീർ ഫ്രണ്ട്സും കൂടി പന്ത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത് പൊന്തി മുകളിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ സീലിങ്ങിന്റെ മുകളിലേക്ക് വീണു. അപ്പൊ ബഷീർ കരുതി അങ്ങ് ചുമരിൽ കയറിയിട്ട് സീലിങ്ങിൽ ഇറങ്ങിയിട്ട് പന്ത് എടുത്തോണ്ട് പോവാന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ സീലിങ്ങിന് തീരെ ഉറപ്പില്ല എന്നുള്ളതൊന്നും ബഷീർ അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പന്തെടുക്കാൻ വേണ്ടി കയറി സീലിങ്ങിലേക്ക് ഒരൊറ്റ ചാട്ടം കൊടുത്തു. അതോടുകൂടിയിട്ട് സീലിംഗ് അങ്ങ് പൊട്ടുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒരു നിമിഷം ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. മാഷും തന്നെ എന്തായി സംഭവിക്കുന്നത്, ഒരാൾ മുകളിൽ നിന്ന് അങ്ങനെ പൊട്ടിയിട്ട് താഴേക്ക് വരുന്നു. സാറ് പറഞ്ഞു ഇതെന്താ യേശുദേവരോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു നിമിഷം അങ്ങനെ സ്തംഭിച്ച് നിന്നെങ്കിലും പിന്നെ ഒരു കൂട്ട ചിരിയാണ് കേട്ടോ ക്ലാസ്സിൽ നടന്നത്. ഇന്നും ഞങ്ങൾ ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ബഷീറിന് പറ്റിയ നമ്മൾ ഇന്ന് ഓർത്തോർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോ കഥകള്. എൻ്റെ ഓർമ്മയിലുള്ള ഒരു കഥയാണ് ഞാൻ പങ്കുവെച്ചത്.